സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കരുതുക ഈ ലൗകിക ജീവിതത്തിൽ നിന്നൊക്കെ ഉള്ള ഫുൾ ഡിറ്റാച്ച്മെൻറ്റ്, അതായത് ഈ ഒരു ലോകത്തിലെ പ്ലഷേഴ്സ്, ലക്ഷറീസ്, പീപ്പിൾ, മനുഷ്യരിൽ നിന്നൊക്കെ ഉള്ള ഡിറ്റാച്ച്മെൻ്റ് എന്നാണ്. പക്ഷേ അതല്ല. നിങ്ങൾ ഇവിടെ എല്ലാത്തിനെയും ഓൺ ചെയ്യുന്നുണ്ട്. എല്ലാം നിങ്ങളുടെ, ഇവിടെയുള്ള എല്ലാം നിങ്ങളുടെ സ്വന്തമാണ്. നമ്മളൊന്നിനെ ഓൺ ചെയ്യാതിരിക്കുക, സ്വന്തമാക്കാതിരിക്കലല്ല സ്പിരിച്വാലിറ്റി ഓർ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മളെ ആരും ഓൺ ചെയ്യാതിരിക്കുക എന്നതാണ് സ്പിരിച്വാലിറ്റി. നമുക്കിവിടെയുള്ള എന്തിനോട് വേണമെങ്കിലും ക്ലോസ് ആവാം. അത് കാശിനോടാവാം, ഓർണമെൻറ്റ്സിനോടാവാം, മനുഷ്യരോടാവാം. പക്ഷേ നിങ്ങൾ എന്തിനോട് ക്ലോസ് ആവുന്നു, ആരോട് ക്ലോസ് ആവുന്നു, ആ ഒരു സംഭവം വെച്ച് നിങ്ങൾ നിങ്ങളെ ഡിഫൈൻ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആയി മാറാൻ പാടില്ല. അത് നിങ്ങളെ കൺസ്യൂം ചെയ്യാൻ പാടില്ല. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എല്ലാത്തിനെയും ഓൺ ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും നമ്മളെ ഓൺ ചെയ്യാതിരിക്കട്ടെ. വളരെ എക്സൈറ്റ്മെൻറ്റോടെ തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ ലൈഫിനെ ഫേസ് ചെയ്യുക. ഇപ്പോൾ ഇന്ന് നിങ്ങൾ റിച്ച് ആണോ, അത് എൻജോയ് ചെയ്യുക. നാളെ നിങ്ങൾ റിച്ച് അല്ലേ, നിങ്ങൾ അതിലും കണ്ടൻ്റ് ആവുക, നിങ്ങൾ പരിശ്രമിക്കുക. അതായത് ആ ഒരു ജേണി ഉണ്ടല്ലോ, വീണ്ടും നമ്മളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, ഇനിയും ആ ഒരു ലെവലിലേക്ക് എത്തും, വീണ്ടും 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 ട്രൈ ചെയ്യുന്നതിൽ സ്പാർക്ക് കണ്ടുപിടിക്കുക. നമ്മളൊരു വിഷയത്തിന് നമ്മളുടെ ഐഡൻറ്റിറ്റി ആക്കി മാറ്റുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസസിനെ വന്നിട്ട് നമ്മളെ കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എക്സ്പീരിയൻസസിനെ ഒബ്സർവ് ചെയ്ത് ഉൾക്കൊണ്ട് ആ ഒരു സ്പാർക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ജേണി എന്ന് പറയുന്നത്. ഇതാണ് റിയൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നമ്മളെ നഷ്ടമാക്കാതിരിക്കുക. ഈ ഒരു ലോകത്തിലെ ഒന്നിനെ വെച്ചും നമ്മളെ മെഷർ ചെയ്യാതിരിക്കുക. താങ്ക് യു സോ മച്ച്.